About the CRT device and also the two techniques for producing the images on the screen, that is a random scan and raster scan system. So നമുക്ക് അതിനകത്തോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം ഈ CRTയിൽ എങ്ങനെയാണ് ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, CRT നിങ്ങൾക്ക് അറിയാം. CRT എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ട്രഡീഷണൽ പണ്ടുള്ള കമ്പ്യൂട്ടർ മോണിറ്റേഴ്സിലും ടി വിയിലും ഉപയോഗിച്ച ഒരു ടെക്നോളജി ആയിരുന്നു CRT. അതൊരു CRT മീൻസ് കാഥോഡ് റേ ട്യൂബ് എന്നാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് വാക്യൂം ട്യൂബ് ആണ്. നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീം നമ്മൾ ഒരു ഫോസ്ഫോറസന്റ് സർഫസിലോട്ട് പാസ് ചെയ്യിക്കും, സ്ട്രൈക്ക് ചെയ്യിച്ചിട്ട് നമ്മൾ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRT എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് വാക്യൂം ട്യൂബ് ആണ്. ഹിയർ ദ ഇമേജസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ബീം സ്ട്രൈക്സ് ഓൺ എ ഫോസ്ഫോറസന്റ് സർഫസ്. ദെൻ in the CRT, here it modulates, accelerates and deflects the electron beams to create images. So image create ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോൺ ബീമുകളെ മോഡുലേറ്റ് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ഇമേജ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഇലക്ട്രോൺ ബീമുകളെ മോഡുലേറ്റ് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിൻലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു CRTയുടെ മെയിൻ കമ്പോണൻസ് 5 എണ്ണമാണ്. ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്, കൺട്രോൾ ഇലക്ട്രോഡ്സ് ഉണ്ട്, ഫോക്കസിംഗ് സിസ്റ്റം ഉണ്ട്, ഡിഫ്ലക്ഷൻ യോക്ക് ഉണ്ട്, ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീൻ ഉണ്ട്. ഇലക്ട്രോൺ ഗണ്ണ് നമുക്ക് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനാണെന്ന് അറിയാം. ഈ കൺട്രോൾ ഇലക്ട്രോഡ്, ഫോക്കസിംഗ് സിസ്റ്റം, ഡിഫ്ലക്ഷൻ യോക്ക്, ഇവ മൂന്നെണ്ണവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോണുകളെ മോഡുലേറ്റ് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുക, ഡിഫ്ലക്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ 3 കാര്യങ്ങളുള്ളത്: കൺട്രോൾ ഇലക്ട്രോഡ്സും, ഫോക്കസിംഗ് സിസ്റ്റവും, ഡിഫ്ലക്ഷൻ യൂക്കും. ഇനി ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീൻ നമുക്ക് എന്തിനാ? നമ്മുടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീൻ, ഫോസ്ഫറസ് കോട്ട് ചെയ്ത സ്ക്രീന്. ഇനി നമുക്ക് ഇലക്ട്രോൺ ഗൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഗണ്ണിനകത്ത് മെയിൻലി 2 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ഒരു ഹീറ്റിംഗ് ഫിലമെന്റും ഉണ്ട്, രണ്ടാമതായിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു കാഥോഡും ഉണ്ട്. ഓക്കെ, ഇനി നമ്മള് ഈ കാഥോഡിനകത്ത് നിന്ന് എന്താന്ന് വെച്ചാൽ ഈ കാഥോഡാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. ഈ സോഴ്സ് ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഫോക്കസ് ചെയ്യുകയാണ് ഒരു സ്ഥലത്തോട്ട്. ഓക്കെ, ഏത് വഴിയാണ്? യൂസിങ് ഫോക്കസിംഗ് സിസ്റ്റം. ഫോക്കസിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺ ബീമുകളെ ഒരു നാരോ ബീമാക്കി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോക്കസിംഗ് സിസ്റ്റം. ഡിഫ്ലക്ഷൻ യോക്ക് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീമുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീൻ എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ CRTയിലും ഇൻസൈഡ് ഫ്രണ്ട് സർഫസിലായിട്ട് നമുക്ക് ഒരു സ്ക്രീൻ ഉണ്ട്. ഒരു ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീൻ ആയിരിക്കും. അത് ഫോസ്ഫറസ് വെച്ച് കോട്ട് ചെയ്തായിരിക്കും. നമ്മളുടെ ഇലക്ട്രോൺ ബീം ഈ ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫോസ്ഫർ ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, വൺസ് ദ ഇലക്ട്രോൺ ബീം ഹീറ്റ്സ് ഫോസ്ഫറസ്, ദേ ലൈറ്റ് അപ്പ് ആൻഡ് ദേ ആർ പ്രൊജക്റ്റഡ് ഓൺ ടു ദ സ്ക്രീൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടാവും, ഇതാണ് നമ്മളുടെ ഒരു CRTയുടെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളുടെ കാഥോഡിലോട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യും, ഹീറ്റ് സപ്ലൈ ചെയ്യും, കറണ്ട് പാസ് ചെയ്തിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യും. അപ്പം കാഥോഡ് ഹീറ്റായിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്ട് ചെയ്യും. ഓക്കെ, കാഥോഡ് എലമെന്റിൽ നിന്ന് ഇലക്ട്രോൺ ഗണ്ണുകളിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ദ ഫോസ്ഫറസ് സ്ക്രീനിലോട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും, ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എങ്ങനെയാ? ബൈ സപ്ലൈയിങ് എ പോസിറ്റീവ് വോൾട്ടേജ്. ഈ പോസിറ്റീവ് വോൾട്ടേജ്, ഈ ആക്സിലറേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റിംഗ് ആനോഡ്. നമ്മൾ ഇലക്ട്രോൺ ഗൺ കൂടാതെ നമ്മൾ ഇവിടെ ഒരു ആക്സിലറേറ്റിംഗ് ആനോഡ് വെച്ചിട്ടുണ്ട്. ആനോഡ് പോസിറ്റീവ് ചാർജ് ആയത് കാരണം ഈ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡിലോ വഴി ആക്സിലറേറ്റഡ് ആവും. ഓക്കെ, അപ്പം ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ കാഥോഡ് ബൈ പാസിംഗ് ആൻ ഇലക്ട്രിക് കറന്റ്. ദ ഇലക്ട്രോൺസ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് സ്റ്റാർട്ട്സ് ഇജക്റ്റഡ് ഔട്ട് ഫ്രം ദിസ് കാഥോഡ് ഫിലമെന്റ്. ഓക്കെ, the negatively charged electrons is accelerated towards the phosphorus coated screen by supplying positive voltage. This acceleration is produced by means of accelerating anodes. Then നമ്മുടെ ഫോക്കസിംഗ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? It is used to force the electron beam to converge to a small spot on phosphorus screen. Phosphorus screenലെ ഒരു small spotലോട്ട് നമുക്ക് converge ചെയ്യാൻ വേണ്ടിയിട്ടാണ് we use the focusing system that is shown in this figure. Okay. What happens is that the phosphorus atom receives this energy and get excited,
and release energy in the form of small quantums of light. അപ്പൊ നമ്മുടെ ചാർജ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഫോസ്ഫറസ് ആറ്റംസ് എന്ത് ചെയ്യും, എനർജി റിസീവ് ചെയ്തിട്ട് അത് എനർജി റിലീസ് ചെയ്യാൻ തുടങ്ങും. അത് ലൈറ്റ് ആയിട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഇമേജ് ഉണ്ടാക്കും. അപ്പം നമുക്ക് ഒരു ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ബീം മാത്രം ഉണ്ടായാൽ പോരാ. നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമേജ് ഡ്രോൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് ഡിഫ്ലക്ഷൻ കൺട്രോൾ ഇലക്ട്രോഡ്സ് ആവശ്യമുണ്ട്, ഫോക്കസിംഗ് സിസ്റ്റം ആവശ്യമുണ്ട്, ഡിഫ്ലക്ഷൻ യോക്ക് ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇലക്ട്രോൺ ബീമിനെ ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് വി യൂസ് എന്ത് ചെയ്തു, ഈ കൺട്രോൾ ഇലക്ട്രോഡ് ഉപയോഗിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇലക്ട്രോൺ ബീംസ്. അപ്പം CRT എന്താണ്, ഒരു സ്പെഷ്യലൈസ്ഡ് വാക്യൂം ട്യൂബാണ്. അപ്പൊ CRTയിൽ നമുക്ക് ഇലക്ട്രോൺ ബീമുകളെ മോഡുലേറ്റ് ചെയ്യണം, ആക്സിലറേറ്റ് ചെയ്യണം, ഡിഫ്ലക്ട് ചെയ്യണം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് ഫോക്കസിംഗ് സിസ്റ്റം വേണം, ഡിഫ്ലക്ഷൻ കൺട്രോൾ ഗ്രിഡ് വേണം, ഡിഫ്ലക്ഷൻ യോക്ക് വേണം. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മളുടെ ഔട്ട്പുട്ട് ഡിവൈസിൽ നമുക്ക് ഇമേജുകൾ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ സാധാരണയായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി ആയിരുന്നു CRT. പിന്നെ കളർ CRT വന്നു, DVST വന്നു, പിന്നെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ് വന്നത്. അതിനകത്ത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് CRT ആണ്. അപ്പം CRTയുടെ ഈ ഫംഗ്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം നമുക്ക് ആ ഇമേജ് എത്രത്തോളം നേരം നിൽക്കണം എന്നുള്ള, ഹൗ ലോങ് ഫോസ്ഫറസ് കണ്ടിന്യൂ ടു എമിറ്റ് ഇമേജ് ആഫ്റ്റർ CRT ഹാസ് ബീൻ റിമൂവ്ഡ്. ഇപ്പൊ നമ്മൾ ഫോസ്ഫറസ് ഗ്ലോ ചെയ്ത് നിന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇമേജ് കണ്ടു. ഇനി എത്ര നേരം ഇത് നിൽക്കും എന്നുള്ളതാണ് നമ്മൾ പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫോസ്ഫറസ് ആ ഇലക്ട്രോൺ ബീം നിൽക്കുന്ന എത്ര നേരം നിൽക്കുന്നു, ഫോസ്ഫറസ് ഗ്ലോ ചെയ്ത ഇമേജ് ആയിട്ട്, അതാണ് എന്തെന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് ഇത്. ഇനിയിപ്പം നമ്മൾ ഈ CRT സ്ക്രീനിൽ ഒരു ഇലക്ട്രോൺ ഗണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതല്ല നമ്മൾ 3 കളറിലുള്ള RGB കളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീം ഗണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും കളർ ഇമേജ് ആയിരിക്കും ചെയ്യുന്നത്. ഇനി ഒരു ഡിസ്പ്ലേ ഡിവൈസിൽ നമ്മൾ വേറെ 2 പാരാമീറ്റേഴ്സും കൂടി നോക്കും. നേരത്തെ പറഞ്ഞ പെർസിസ്റ്റൻസ് കൂടാതെ റെസൊല്യൂഷനും ആസ്പെക്ട് റേഷ്യോയും. റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് എത്ര പിക്സൽസ് വേണം വിത്തൗട്ട് എനി ഓവർലാപ്പ്, അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് പോയിന്റ്സ് ദാറ്റ് ക്യാൻ ഡിസ്പ്ലേ വിത്തൗട്ട് ഓവർലാപ്പ്, ഇതിനെയാണ് നമ്മൾ ഒരു ഡിസ്പ്ലേ ഡിവൈസിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ മോണിറ്റർ ഒക്കെ നോക്കുമ്പോൾ അതിന്റെ റെസൊല്യൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ഹൈറ്റ് ഓഫ് ദാറ്റ് ഡിസ്പ്ലേ ഡിവൈസ്, അതിനെയാണ് നമ്മൾ ആസ്പെക്ട് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഒരു സ്ക്രീനിന്റെ നമുക്ക് സൈസ് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് 1000:500 എന്ന് പറഞ്ഞാൽ 1000 വിഡ്ത്തും 500 ഹൈറ്റും ഉള്ള ഒരു സ്ക്രീൻ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, അതിന്റെ ആസ്പെക്ട് റേഷ്യോ ഈസ് 2:1 എന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു സ്ക്രീനിനെ പറ്റിയുള്ള ഒരു സൈസ് ഓഫ് സ്ക്രീനിനെ പറ്റിയുള്ള ഐഡിയ കിട്ടുന്നതാണ് ആസ്പെക്ട് റേഷ്യോ, ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ഹൈറ്റ്. ഇനി അടുത്തതായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 2 ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഈ സ്ക്രീനിൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ ഫോസ്ഫോറസന്റ് സ്ക്രീനിൽ നമുക്ക് 2 രീതിയിൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് റാൻഡം സ്കാൻ ടെക്നിക്കും, രണ്ടാമത്തത് റാസ്റ്റർ സ്കാൻ ടെക്നിക്കും. അപ്പൊ നമുക്ക് ആദ്യം റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റം നോക്കാം. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിൽ ഇമേജ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് ദ ഇമേജസ് ബൈ മീൻസ് ഓഫ് ലൈൻ ബൈ ലൈൻ സ്വീപ്പ്. ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ വരച്ചിട്ടാണ് ഇമേജ് ചെയ്യുന്നത്. ഓരോ സ്ക്രീൻ പോയിന്റെയും റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിൽ പറയുന്ന പേര് പിക്സൽസ് എന്നാണ്. ഓക്കെ, ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ഇലക്ട്രോൺ ബീം ഈസ് സ്വെപ്റ്റ് അക്രോസ് ദ സ്ക്രീനിൽ ഇങ്ങനെ 1 by 1 നിങ്ങൾ കാണുന്നുണ്ടാവും ഫിഗറിനകത്ത്. ഇലക്ട്രോൺ ബീം ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പാസ് ചെയ്യുകയാണ് അക്രോസ് ദ സ്ക്രീൻ 1 row at a time. ഫ്രം ടോപ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എങ്ങനെ എത്തും, ബോട്ടം റൈറ്റിലോട്ട് എത്തും. ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബോട്ടം റൈറ്റ് വരെ ഇങ്ങനെ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബീമുകളെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ സ്വെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ഇമേജ് ഉള്ള ഭാഗത്ത് ദ ബീം ഇന്റൻസിറ്റി ഈസ് ടേൺഡ് ഓൺ ഓർ ഓഫ് ടു ക്രിയേറ്റ് എ പാറ്റേൺ ഓഫ് ഇല്ലുമിനേറ്റഡ് സ്പോട്സ്. അപ്പം ബീം ഇന്റൻസിറ്റി നമ്മൾ ഓണും ഓഫ് ആക്കും നമുക്ക് വേണ്ടുന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ടടുത്ത്. അപ്പം നമുക്ക് വേണ്ടുന്ന ഇമേജ് ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഒരു റിഫ്രഷ് ബഫറിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രെയിം ബഫർ എന്ന് പറയും. ഈ ഫ്രെയിം ബഫറിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇത് ഈ സ്ക്രീനിലെ ഏതൊക്കെ പിക്സൽ പൊസിഷനിൽ ഈ ഓൺ ആക്കണം, ഏതൊക്കെ ഓഫ് ആക്കണം, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഫ്രെയിം ബഫറിൽ ഉണ്ടാവുക. ഇത്രയും മനസ്സിലായോ? ഓക്കെ,
ഒന്നുകൂടി പറയാം. നമ്മൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഓരോ സ്ക്രീൻ പോയിന്റിനെയും പറയുന്ന പേര് പിക്സൽസ് എന്നാണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ബീമില് ഫുൾ സ്ക്രീനിൽ സ്വെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി ബോട്ടം റൈറ്റ് വരെ ഹൊറിസോണ്ടൽ ആയിട്ടോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ സ്വീപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഇനി നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ബീം ഇന്റൻസിറ്റി ഓണും ഓഫും ആക്കി വെച്ചിട്ടായിരിക്കും ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്ക്രീനിലുള്ളത് ഈ പോകുന്ന വഴിക്ക് എവിടൊക്കെ ഓൺ ആക്കണം ഓഫ് ആക്കണം എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പിക്ചർ ഡെഫിനിഷൻസിൽ അല്ലെങ്കിൽ ഫ്രെയിം ബഫറിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബീം റിഫ്രഷിങ് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഹൊറിസോണ്ടൽ റിഫ്രഷിങ്ങും വെർട്ടിക്കൽ റിഫ്രഷിംഗ് എന്ന് പറയും. ഹൊറിസോണ്ടൽ റിഫ്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്ത് ഈ പോകുന്നതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റിഫ്രഷിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബോട്ടം റൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ടോപ്പ് ലെഫ്റ്റിലോട്ട് പോകുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെർട്ടിക്കൽ റിഫ്രഷിംഗ് എന്ന് പറയാം. അപ്പൊ ഹൊറിസോണ്ടൽ റിഫ്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഈ മൂവ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റിഫ്രഷിംഗ് എന്നും, ബീമുകൾ ഇങ്ങോട്ട് പോയി ഓണാക്കി പിന്നെ അടുത്ത ലൈനിൽ വന്ന് ഓണാക്കി ഈ പോകുന്നതിനെ ഹൊറിസോണ്ടൽ റിഫ്രഷിംഗ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ റിഫ്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ക്രീനിന്റെ എൻഡിൽ എത്തിയിട്ട് തിരിച്ച് ബിഗിനിങ്ങിലോട്ട് പോകുന്ന, ഇവിടെ നമ്മൾ എത്തിയിട്ട് തിരിച്ച് ഈ ബിഗിനിങ്ങിലോട്ട് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെർട്ടിക്കൽ റിഫ്രഷിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഈ ബീമിന്റെ ട്രാവലിംഗ് അത് രണ്ട് രീതിയിൽ വരാം. ഇന്റർലേസ്ഡ് സ്കാനിങ്ങും വരാം, ഇനി നോൺ ഇന്റർലേസ്ഡ് സ്കാനിങ്ങും വരാം. ഇന്റർലേസ്ഡ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഓരോ ലൈനുകൾ ഇങ്ങനെ പോയിട്ട് എങ്ങനെ പോകുന്നത്, ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് ട്രേസ്ഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ ട്രേസ് ചെയ്യും ഫ്രം ടോപ്പ് ടു ബോട്ടം. എന്നിട്ട് ഇതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഫെയ്ഡിങ് ഉണ്ടാവും. ഇതിങ്ങനെ പോയി അടുത്ത ലൈൻ വീണ്ടും വന്ന് ഇങ്ങനെ പോകുന്നതിനെയാണ് ഇന്റർലേസ്ഡ് സ്കാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ബോട്ടം ലൈനിൽ എത്തുമ്പോഴത്തേക്ക് ടോപ്പ് ലൈനിന്റെ ചിലപ്പം ഗ്ലോ പോകാം എന്ന് വെച്ചാൽ അവിടെയുള്ള ഇമേജിന്റെ ഫോസ്ഫറസ് കത്തി നിൽക്കുന്നത് ഇലക്ട്രോൺ ബീം ഇല്ലാത്തത് കാരണം ഓഫ് ആയി പോവാം. അപ്പൊ അതുകൊണ്ട് ഫെയ്ഡിങ് ഉണ്ടാവാം. അതുകൊണ്ട് സാധാരണയായിട്ട് ഇന്റർലേസ്ഡ് സ്കാനിങ്ങിൽ നമുക്ക് ഇമേജ് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 60 frames per second ആയിരിക്കും നമ്മുടെ റിഫ്രഷ് റേറ്റ്. ഒരു സെക്കൻഡിൽ 60 പ്രാവശ്യം വെച്ച് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും സ്പീഡിൽ. ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പ് നോൺ ഇന്റർലേസിംഗ് ടെക്നിക്കാണ്. നോൺ ഇന്റർലേസിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടെക്നിക്കിന്റെ ആ പോരായ്മ ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചോദിച്ചാൽ ഓഡ് നമ്പർ ലൈൻസ് പെട്ടെന്ന് ഓൺ ആക്കിയിട്ട് പിന്നെ ഈവൻ നമ്പർ ഓഫ് ലൈൻസ്, നമുക്ക് കുറെ ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട് എങ്കിൽ 1, 3, 5 അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ലൈൻസിനെ ആദ്യം ട്രേസ് ചെയ്തിട്ട് പിന്നെ ഈവൻ നമ്പർ ഓഫ് ലൈൻസിനെ ട്രേസ് ചെയ്യും. അതിനെയാണ് നോൺ ഇന്റർലേസിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അവിടെ സാധാരണയായിട്ട് റിഫ്രഷ് റേറ്റ് നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും. 30 frames per second ആണ്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്ലിക്കറിംഗ് എഫക്റ്റ് ഉണ്ടാവാം. ഓക്കെ, പിന്നെ എല്ലാ CRT മോണിറ്റേഴ്സും പഴയ ടെലിവിഷൻസും എല്ലാം ഈ പറഞ്ഞ ഏത് ടെക്നിക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റാൻഡം സ്കാൻ ഡിസ്പ്ലേ ആണ്. ഇതും ഒരു ഇമേജ് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഇതിനെ പറയുന്ന പേര് വെക്ടർ ഡിസ്പ്ലേ അല്ലെങ്കിൽ സ്ട്രോക്ക് റൈറ്റിംഗ് അല്ലെങ്കിൽ കാലിഗ്രാഫിക് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീം നമുക്ക് എവിടെയാണോ പിക്ചർ വേണ്ടത് അവിടോട്ട് മാത്രമേ നമ്മൾ ഡയറക്റ്റ് ചെയ്യാറുള്ളൂ. മറ്റേടത്ത് അങ്ങനെയല്ല. റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ നമ്മൾ ഫുൾ എൻറ്റയർ സ്ക്രീനിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക 1 by 1 ലൈൻസ് ഇങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇലക്ട്രോൺ ബീമിന് നമുക്ക് എവിടെയാണോ ഇമേജ് വേണ്ടത് അവിടോട്ട് മാത്രം ഡയറക്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ പെൻസിൽ ലൈക്ക് ഇലക്ട്രോൺ ബീംസിന് നമ്മൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇമേജ് ഈസ് കൺസ്ട്രക്റ്റഡ് ആസ് എ സീക്വൻസ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ്. അപ്പം നമ്മൾ ഇമേജ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ് ആയിട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്യേണ്ട ഇൻഫർമേഷൻ ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. സോ പിക്ചർ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഇമേജ് ഡെഫിനിഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എ സെറ്റ് ഓഫ് ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആയിട്ടായിരിക്കും. ഇൻ ആൻ ഏരിയ ഓഫ് മെമ്മറി, നമ്മുടെ മെമ്മറിയിലെ ഒരു ഏരിയയിൽ അതിനെ പറയുന്ന പേര് റിഫ്രഷ് ഡിസ്പ്ലേ ഫയൽ എന്നാണ്. അപ്പം നമുക്കൊരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കമാൻഡിലൂടെ നമ്മുടെ ഈ ഡിസ്പ്ലേ ഫയലിലുള്ള കമാൻഡുകളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഡ്രോയിങ് ഈച്ച് ലൈൻ ഇൻ ടേൺ. എല്ലാ കമാൻഡ്സും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ കമാൻഡുകൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇത് ലൈൻ ഡ്രോയിങ് കമാൻഡ്സുകളായിട്ടാണ് ഒരു പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സാധാരണയായിട്ട് ഇത് പെൻ പ്ലോട്ടേഴ്സിലാണ് ഉപയോഗിക്കുന്നത്.
നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ടി ഈ റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് സീക്വൻസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ആയിട്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീം നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് സ്ക്രീനിൽ എവിടെയാണോ ഇമേജ് വേണ്ടത് അവിടെ മാത്രമാണ്. റിയലിസ്റ്റിക് ഷെയ്ഡ് സ്ക്രീൻസിനൊന്നും നമുക്ക് ഈ ടൈപ്പ് ഓഫ് ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് റാൻഡം സ്കാൻ, അതിന്റെ വേറൊരു പേര് വെക്ടർ ഡിസ്പ്ലേ അല്ലെ സ്ട്രോക്ക് റൈറ്റിംഗ് അല്ലെങ്കിൽ കാലിഗ്രാഫിക് ഡിസ്പ്ലേ എന്നാണ്. ഇനി ഒരു റാൻഡം സ്കാൻ ഡിസ്പ്ലേ പ്രോസസറിന്റെ ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, ഡിസ്പ്ലേ പ്രോസസർ ഉണ്ട്, മോണിറ്റർ ഉണ്ട്, ബസ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ പിക്ചർ ഡെഫിനിഷൻസ് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഇൻപുട്ട് ഇൻ ദ ഫോം ഓഫ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം പ്ലസ് ഗ്രാഫിക്സ് പാക്കേജ് നമുക്ക് ലൈൻ ആയിട്ടാണല്ലോ വേണ്ടത്. അത് നമ്മൾ സിസ്റ്റം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യും. ഈ ഗ്രാഫിക് പാക്കേജ് ട്രാൻസ്ലേറ്റ്സ് ദ ഗ്രാഫിക്സ് കമാൻഡ്സ് ഇൻടു എന്തായിട്ട് മാറ്റും? ഡിസ്പ്ലേ ഫയലായിട്ട് മാറ്റും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമ്മൾ ഇൻപുട്ട് ഇൻ ദ ഫോം ഓഫ് എന്തായിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമും ഗ്രാഫിക്സ് പാക്കേജും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സിസ്റ്റം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഈ സിസ്റ്റം മെമ്മറിയിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തതിന് ശേഷം ഗ്രാഫിക്സ് പാക്കേജ് ട്രാൻസ്ലേറ്റ്സ് ദ ഗ്രാഫിക്സ് കമാൻഡ് ഇൻ അവർ പ്രോഗ്രാം ഇൻടു എ ഡിസ്പ്ലേ ഫയൽ. Then this display file is accessed by the display processor here. Okay, to refresh the screen. Okay, then display processor first cycles through each command in the display file to create the image, and this process is repeated again and again. ഇങ്ങനെയാണ് എന്ത് റാൻഡം സ്കാൻ ഡിസ്പ്ലേ പ്രോസസർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.